ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ഗ്ലോ ആൻഡ് ഗ്രോ. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. വാൾ മേക്ക് ഓവർ ആൻഡ് ടേബിൾ മേക്ക് ഓവർ ആണ്. ദിസ് ഈസ് മൈ റൂം കോർണർ സെറ്റപ്പ്. ഇതുപോലെയൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മുടെ ഐഡിയാസിലും ChatGPTയുടെ ഹെൽപ്പോടുകൂടിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് മൈ വാൾ ഗായ്സ്. ബട്ട് ഈ വാളിൻ്റെ ഒരു കോലം കണ്ടോ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. പെയിന്റ് അടിച്ചാലേ ആ വാളിന് ഡാമേജ് ഉള്ളൂ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പെയിന്റ് അടിക്കാനുള്ള പൈസ അബ്ബാച്ചി തരുമില്ല. അതുമല്ല, വാളിൽ എന്തെങ്കിലും ഒട്ടിക്കാന്ന് വിചാരിച്ചാൽ അബ്ബാച്ചി സമ്മതിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും നാളും കാത്തിരുന്നു. ഇനിയെങ്കിലും എൻ്റെ ഒരു റൂമിൻ്റെ കോർണറെങ്കിലും എസ്തെറ്റിക് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരുപാട് സംസാരിച്ച് ബോറടിപ്പിക്കാണ്ട് വീഡിയോയിലിട്ട് കടന്നാലോ. ഫസ്റ്റ് നമുക്ക് വാൾ ഗ്രിഡ് ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ന്യൂസ് പേപ്പർ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് അത് 45 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തെടുക്കുക. എല്ലാ സ്റ്റിക്കും ഒരുപോലെ കട്ട് ചെയ്തെടുക്കണേ. എൻ്റെ സൗകര്യത്തിന് ഞാൻ 45 സെൻറ്റിമീറ്റർ ആക്കിയതേ ഉള്ളൂ. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ വാളനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അത് ഒട്ടിച്ചെടുക്കണം. ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കാൻ ആരും വിചാരിക്കേണ്ട, നടക്കില്ല. ഒരു 10 രൂപയുടെ ഫെവിക്വിക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതെല്ലാം അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഒട്ടിക്കുന്ന ടൈമിൽ ഒരു കട്ടിയുള്ള ബുക്ക് അതിൻ്റെ പൊക്കത്ത് കയറ്റി വെച്ചാൽ പണി കുറച്ചും കൂടെ എളുപ്പമായിട്ട് കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പേപ്പർ സ്റ്റിക്ക് ഒരു വർഷം മുന്നേ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്തിനാണ്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഈ പേപ്പർ സ്റ്റിക്ക് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് ബട്ടർഫ്ലൈയുടെ ഷേപ്പിൽ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആ ഗ്രിഡിൽ നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെക്കും. പക്ഷെ ഇത്രയും ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. പലതവണ ഈ സ്റ്റിക്ക് കളയാൻ വേണ്ടി എടുത്തുവെങ്കിലും കളയാനുള്ള മനസ്സും തോന്നിയില്ല. പക്ഷെ ഇപ്പം ഇത് ഉപകാരമായില്ലേ. ഇവിടം വരെ ഓക്കെ ആയിരുന്നു. പെട്ടെന്ന് പണി തീർന്നു. ഇനിയാണ് മക്കളെ പണി തുടങ്ങുന്നത്. പെയിന്റ് അടിക്കുന്ന കാര്യത്തെക്കുറിച്ചാട്ടോ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ പിങ്ക് കളർ ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ബാധകമല്ല. ഇല്ലാത്തവരാണെങ്കിൽ എന്നെ പോലെ റെഡ് ആൻഡ് വൈറ്റ് കളർ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റോസ് കളർ കിട്ടും. പിങ്ക് ആവണമെങ്കിൽ മോർ വൈറ്റ് ലെസ് റെഡ് ഇതുപോലെ ആഡ് ചെയ്താൽ മതി. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിങ്കാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അടിച്ചു വന്നപ്പോൾ റോസ് ആയിപ്പോയി. പെയിന്റ് അടിക്കാൻ ഒരു 2 മണിക്കൂർ എടുത്തുവെങ്കിലും ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിരുന്നു. ഇനി നമുക്കിത് വാളിലൊട്ടിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ആക്രി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഹാങ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളിയായിട്ടില്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് വാൾ ഡെക്കറായിട്ട് ഫ്രെയിംസ് ഉണ്ടാക്കാം. 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ 4 സൈഡിലും ഇതുപോലെ വരച്ചു കൊടുക്കണം. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരച്ച ആ ഒരു പാടില്ലേ മാർക്ക്, എന്നിട്ട് അതിൽ നമ്മൾ സ്കെയിലും കൊണ്ട് ഇതുപോലെ മടക്കി കൊടുക്കണം. അങ്ങനെ 4 സൈഡിലും നമ്മൾ മടക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 1 സെൻറ്റിമീറ്ററിൽ ഈ കാണിക്കുന്ന രീതിയിൽ വരയ്ക്കണം. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇഷ്ടമുള്ള പടങ്ങൾ വരച്ചു കൊടുക്കുക. ഞാൻ ഇതുപോലെ 3 ഫ്രെയിംസാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ച് നൈസായിട്ട് വരച്ച് കളർ അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ മടക്കിയ പാടിലൂടെ ഇതുപോലെ, ഞാൻ പറഞ്ഞു തന്നാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, ഞാൻ ചെയ്യും പോലെ ചെയ്താൽ മതി. പക്ഷേ ഗായ്സ്, എന്താണെന്നറിയില്ല, എവിടെയോ ഒരു പ്രശ്നം. ഫ്രെയിംസ് അങ്ങ് ശരിയായില്ല. എനിക്ക് തോന്നുന്നു മെഷർമെൻ്റ് എടുത്തത് എവിടെയോ തെറ്റിപ്പോയിന്ന്. ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ അത്ര വലിയ മിസ്റ്റേക്ക് ഇല്ലെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എവിടേക്കോ എന്തോ ഒരു ഗ്യാപ്പ്. ഇനി നമുക്ക് മിനി ബഡിങ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു A4 ഷീറ്റ് എടുക്കുക. 8 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് 6 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത്. ആ ഒരു രീതിയിൽ ട്രയാങ്കിൾ വരച്ചു കൊടുക്കുക. ഇതുപോലെ ഞാനൊരു 10 ട്രയാങ്കിൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വരച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു കളർ പേപ്പറിൽ ചെയ്യായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയേനെ. പക്ഷേ നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് വാൾ ഡെക്കോർ ഇറങ്ങിയേക്കുന്നത്. എന്നിട്ട് ഗൈസ് അത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് 1 സെൻറ്റിമീറ്ററിൽ മടക്കി കൊടുക്കണം. ബാലൻസ് നമുക്ക് 7 സെൻറ്റിമീറ്റർ അല്ലേ ഉള്ളൂ. ആ മടക്കിയ ഭാഗം നൂലിൽ ഫെവിക്വിക്ക് ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഈസി അല്ലേ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് പെയിൻ്റ് അടിക്കൽ പരിപാടിയാണ്. ഫസ്റ്റ് നമുക്ക് പിങ്ക്, ബ്ലൂ, യെല്ലോ, ലാവൻഡർ, വൈറ്റ് അത് റിപ്പീറ്റ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. കയ്യിൽ ലൈറ്റ് ബ്ലൂ ഇല്ലെങ്കിൽ ബ്ലൂ ആൻഡ് വൈറ്റ് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ബ്ലൂ കളറായിട്ട് കിട്ടും. എൻ്റെ എല്ലാ പരിപാടിയും ഒപ്പിക്കലാണ് ഗൈസ്. ഇനി നമുക്ക് ലാവൻഡർ കളർ ഉണ്ടാക്കാം. അതിനായി നമുക്ക് റെഡ് ആൻഡ് ബ്ലൂ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ലാവൻഡർ കളർ കിട്ടും. പക്ഷെ ലാവൻഡർ എന്തോ അടിച്ചു വന്നപ്പോൾ ബ്ലാക്ക് കളറായിപ്പോയി. പക്ഷെ കുഴപ്പമില്ല. ഹാങ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും കളറിൻ്റെ കൂടെ ആയപ്പോഴത്തേക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ഇതും ഭയങ്കര സിമ്പിൾ അല്ലേ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പ്ഡ് ബണ്ടിങ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇഷ്ടമുള്ള സൈസിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഹാർട്ട് ഷേപ്പ് വരച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് 3-4 പേപ്പർ ഒരുമിച്ച് പിടിച്ച് ഇതുപോലെ മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ
ഹാർട്ട് ഷേപ്പ് റെഡി. ഇനി നിങ്ങളുടെ കയ്യിൽ റെഡ് പേപ്പറോ റോസ് പേപ്പറോ ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നൂലെടുക്കുക. ആ നൂല് ഇതുപോലെ ചെയ്യുക. ഓരോ ഹാർട്ട് ഷേപ്പ് വെച്ച് കൊടുക്കുക. റെഡ് വൈറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെല്ലോ ടേപ്പ് കുറച്ച് മുറിച്ച് കയ്യിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ് റെഡി ആവും. ഇതും ഭയങ്കര ഈസി അല്ലേ? ഫസ്റ്റ് ഒരു A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് പിൻട്രസ്റ്റിൽ നിന്ന് ബട്ടർഫ്ലൈ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് പേപ്പർ കോപ്പി ആപ്പ് ഉപയോഗിച്ച് ട്രേസ് ചെയ്ത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ച് ബോർഡർ വരച്ചു കൊടുക്കണം. കയ്യിലുള്ള സ്കെച്ച് ഉപയോഗിച്ച് ബാക്കിയുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതുവരെ ചെയ്ത ക്രാഫ്റ്റിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ബട്ടർഫ്ലൈ മേക്കിംഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നു. ശരിക്കും ഒരു ജീവനുള്ള ബട്ടർഫ്ലൈ പോലെ ഉണ്ടായിരുന്നു. ഇത് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് നല്ല ക്യൂട്ട് ബട്ടർഫ്ലൈസ് കിട്ടും. അത് കഴിഞ്ഞ് വാലിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. കുറച്ചധികം ബട്ടർഫ്ലൈസ് ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. വാൾ മേക്ക് ഓവർ ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാം. ഇതാണ് എൻ്റെ ഡെസ്ക്. തടി വെച്ചുണ്ടാക്കിയ ഒരു ഡെസ്ക് ആണ് കേട്ടോ ഇത്. വൈറ്റ് വാൾപേപ്പർ ഉപയോഗിച്ച് ഡെസ്ക് വേണമെങ്കിൽ എനിക്ക് കവർ ചെയ്തെടുക്കാം. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ടേബിളിലാണ് ഞാൻ ഡ്രസ്സ് അയൺ ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് വൈറ്റ് ടർക്കി വിരിച്ചു കൊടുക്കാം. വൈറ്റ് ടർക്കി ഇട്ടാലും എസ്തെറ്റിക്കിന് ഒരു കുറവും പറ്റില്ല. ഇനി നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് DIY പെൻ ഹോൾഡർ വെക്കാം. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് ബുക്സ്, പിന്നെ കാർഡ്ബോർഡ്, പിന്നെ മിനി പ്ലാന്റ്. ഫെയറി ലൈറ്റ് ഇല്ലെങ്കിൽ എന്ത് എസ്തെറ്റിക് അല്ലേ? ഞാനിത് മീഷോയിൽ നിന്ന് 100 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത ഫെയറി ലൈറ്റ് ആണ്. 42 LED-യും 12 മീറ്റർ ലെങ്തും ഉണ്ട്. ഈ ഫെയറി ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഒരുപാട് പൈസ മുടക്കി ചെയ്യുന്നതിനേക്കാളും അഫോർഡബിൾ പ്രൈസിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇപ്പം മനസ്സിലായില്ലേ? ഇതിൻ്റെ സ്വന്തം ഐഡിയാസ് ഒന്നുമല്ല. ഞാൻ പിൻട്രസ്റ്റും പിന്നെ ChatGPTയും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരാണ് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തത്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ബൈ ബൈ.